ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുരം. ഒന്ന് കേട്ടിട്ട് പോ 27-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ എന്ന പരമ്പരയുടെ 27-ാം ഭാഗം. ഇത് ഒരു സാക്ഷ്യമാണ്. അല്പം ചിരിപ്പിക്കുന്ന, ചിരിയോടൊപ്പം ചിന്തിപ്പിക്കുന്ന ഒരു സാക്ഷ്യം. ഇതൊരു ഹാസ്യഭാവനയല്ല, വാൾഗോറം പോലെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കും. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ ചിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ ചിരിച്ചോളൂ. എനിക്ക് പറ്റിയ ഒരബദ്ധവും അതിനോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളുമാണ്. ആരെങ്കിലും പൈസ കളഞ്ഞു പോയാൽ, പണം കളഞ്ഞു പോയാൽ ചിരിക്കുമോ? ഞാൻ ചിരിച്ചു. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഇതൊരു ഹാസ്യഭാവനയല്ല, എനിക്ക് സംഭവിച്ച ഒരബദ്ധം. അതൊരു സാക്ഷ്യരൂപേണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അല്പം ഹാസ്യം കൂടി കലർത്തി പറയുകയാണ്. ഞാൻ ഞായറാഴ്ചകളിൽ സാധാരണ മുണ്ടുടുത്തുകൊണ്ടാണ് ആരാധനയ്ക്ക് പോകാറുള്ളത്. കാരണം 6 ദിവസവും പാൻറ്റും ഷർട്ടുമാണ് ഇടുന്നത്. മലയാളിയായി എനിക്ക് മുണ്ടുടുക്കാൻ ആകെ ലഭിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അത് ഞാൻ ഉപയോഗപ്പെടുത്തും. ഞായറാഴ്ച ഞാൻ മുണ്ടുടുത്തുകൊണ്ട് തന്നെയാണ് പള്ളിയിൽ പോകാറ്, ആരാധനയ്ക്ക് പോകാറുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ്, ഞാൻ ആരാധനയിൽ ദൈവ മഹിമയ്ക്കായി ഒപ്പം ഈ വീഡിയോയ്ക്ക് ആവശ്യമെന്നുള്ളത് കൊണ്ടുകൂടി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ ആരാധനയിൽ 100 രൂപയുടെ ഒരു നോട്ടാണ് എല്ലാ ആരാധനയിലും ഇടുന്നത്. ദൈവനാമത്തിന് കൊടുക്കുന്നത് പറയരുതെന്നാണെങ്കിലും ഇത് നിങ്ങളിവിടെ ഇതിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. 100 രൂപയാണ് ഞാൻ സ്ഥിരം ഇടുന്നത്. അങ്ങനെയിരിക്കെ എൻ്റെ മനസ്സിൽ ഈ സംഭവം നടന്നത് ഒരു വർഷം മുൻപ് നടന്നതാണ്. എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു, പള്ളിക്ക് ഇത്രയും ചിലവൊന്നുമില്ല, അധികം ചിലവൊന്നുമില്ല പള്ളിക്ക്. പിന്നെ വരുമാനമാണെങ്കിൽ നല്ലപോലെ വരുമാനമുണ്ട് ദൈവനാമത്തിൽ. ഈ 100 രൂപ ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ ആ 100 രൂപ ഇടുന്നത് ഞാനൊരു 50 രൂപയാക്കി മാറ്റി. 100 രൂപയ്ക്ക് പകരം ഞാൻ ആരാധനയിൽ 50 രൂപ ഇടുന്നതായിട്ട് അങ്ങ് സങ്കല്പിച്ചു. 50 രൂപ ഇടുവാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഞായറാഴ്ച 100 കൊണ്ടുപോയെങ്കിലും ഞാൻ 50 രൂപയെ ഇട്ടുള്ളൂ. ഒരു 50 രൂപ ബാക്കി വന്നപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി 50 രൂപയ്ക്ക് ഒരു മസാല ദോശ 4 മണിയായപ്പോൾ, 4 മണിക്കും 5 മണിക്കൊക്കെ നടക്കാൻ ഞാൻ ചുമ്മാ പോകുമ്പോൾ ഞാൻ മട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ചിലർ ചോദിക്കും 50 രൂപയ്ക്ക് എവിടെ മസാല ദോശ കിട്ടുമെന്ന്. അവിടെ ഒരു ശങ്കർ മദ്രാസിയുടെ തേലയുണ്ട്, അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ ഉദയ്പൂർ രാജസ്ഥാനിലെ കാര്യമാണ് പറയുന്നത്. അവിടെ തേലയിലെ ഉന്തുവണ്ടിക്കാരൻ്റെ 50 രൂപയ്ക്ക് മസാല ദോശ കിട്ടും. ഏതായാലും പള്ളിയിലിടാതെ 50 രൂപ എക്സ്ട്രാ കിട്ടിയല്ലോ എന്ന് കണ്ട് ഞാൻ 50 രൂപ കൊടുത്ത് മസാല ദോശ അടിച്ചു, ഒരു ഏമ്പക്കവും വിട്ടു. എനിക്കൊരു സന്തോഷം. അടുത്ത ആഴ്ചയിലും ഞാൻ അത് തന്നെ ആവർത്തിച്ചു. 50 രൂപയെ ഞാൻ പള്ളിയിൽ ഇട്ടുള്ളൂ. സാധാരണ 100 രൂപ ആരാധനയിൽ സ്തോത്ര വഴിപാടായി ഇടുന്ന ഞാൻ ചുരുക്കി 50 ഇട്ടു. ബാക്കി 50 കൊണ്ടുപോയി ഞാൻ മസാല ദോശ തിന്നു. 1-2 ആഴ്ച ഇങ്ങനെ, 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഞാൻ മുണ്ടുടുത്തുകൊണ്ടാണ് സാധാരണ പള്ളിയിൽ പോകാറുള്ളത്. 3-ാമത്തെ ഞായറാഴ്ച ഞാൻ മുണ്ടുടുത്തു. 350 രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുത്തു. ഏതായാലും പള്ളിയിൽ പോവുകയല്ലേ, ഇരിക്കട്ടെ എന്ന് കണ്ട് ഒരു 200-ൻ്റെ നോട്ടും ഒരു 50-ൻ്റെ നോട്ടും ഒരു 100-ൻ്റെ നോട്ടും, ഈ 3 നോട്ടും ഞാൻ എൻ്റെ മുണ്ട് മടക്കി മുണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഏൽപ്പിലേക്ക് വെക്കുമല്ലോ, അതിന് പറയുന്ന പേരെന്താണെന്നില്ല, അവിടെ ഞാൻ മുണ്ടിൽ തന്നെ വെച്ചുകൊണ്ട് പോയി 350 രൂപയും കൊണ്ട് പള്ളിക്കകത്ത് കയറി ആരാധന തുടങ്ങി. ആരാധനയ്ക്ക് സ്തോത്ര വഴിപാട് ആ പാട്ടുപാടി വരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൊച്ചു പയ്യനാണ് സ്തോത്ര വഴിപാടുകളൊക്കെ എടുക്കുന്നത്. ഇപ്പോഴേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്.
ഞാൻ നോക്കുമ്പം മടിയിൽ ആകെ 100 രൂപയേ ഉള്ളൂ. 250 രൂപ കാണാനില്ല. എന്നെക്കൊണ്ട് ആ 100 രൂപ തന്നെ അന്ന് ദൈവം എന്ന് ഞാൻ പറയട്ടെ എന്നെ ഇടിപ്പിച്ചു. കാരണം വേറെ എൻ്റെ കയ്യിലില്ല. ഒരു 100 രൂപ നോട്ടല്ല, 250 രൂപയും ഒരു 200-ൻ്റെയും ഒരു 50-ൻ്റെയും നോട്ട് കാണാതെ പോയിരിക്കുന്നു. ഞാൻ അന്ന് ആ 3-ാമത്തെ ആഴ്ചയിൽ 100 രൂപ തന്നെ പള്ളിയിൽ ഇട്ടു ആരാധനയ്ക്ക്. എനിക്ക് എന്നോട് തന്നെ ചോദ്യം വന്നിട്ട്, ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ഇതെങ്ങനെ സംഭവിച്ചു? 250 രൂപ എവിടെ പോയി? സന്ധ്യയ്ക്ക് ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് പള്ളിയിലെ ഗേറ്റിൻ്റെ അവിടെ ഒരു 200 രൂപ കിടന്നു കിട്ടി. ഒയ്യോ, എനിക്ക് സന്തോഷമായി. എൻ്റെ പൈസ വീടിൻ്റെ പുറത്ത് പോയിട്ടില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് തന്നെ കിട്ടി. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണല്ലോ കിട്ടിയത്. ദൈവമേ, നീ എത്ര വലിയവൻ. അവൾ തുടർന്നു, എനിക്ക് കിട്ടിയ പൈസ കളഞ്ഞു കിട്ടിയതായ പൈസയല്ലേ, ഞാനത് എന്ത് എടുക്കും? ഞാൻ അതിലെ വന്ന നമ്മുടെ പള്ളിയിലുള്ള ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ്, ഞാൻ പള്ളിയിൽ വരുന്നതാണ്, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അവൾക്ക് കൊടുത്തു. അവളത് ആരാധനയ്ക്ക് പള്ളിയിലിട്ടു. ആ 200 രൂപ അവൾ പള്ളിയിൽ വന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആരാധനയ്ക്ക് സ്തോത്ര വഴിപാട് വരുന്ന കൂട്ടത്തിൽ ആ പാത്രത്തിലിട്ടു. ഞാൻ 50 രൂപ വെച്ച് 2 പ്രാവശ്യം ദൈവത്തെ കളിപ്പിച്ചു. അപ്പം 100 രൂപയല്ലേ എനിക്ക് ദൈവത്തിന് ഞാൻ കൊടുക്കാനുള്ളത്. പക്ഷേ ദൈവം എന്തുകൊണ്ട് 200 മേടിച്ചു? ആ പെർസെൻറ്റേജ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്തേ അങ്ങനെ സംഭവിച്ചു? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു മേടിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തുള്ളൂ. ആ പൈസ പുറത്തെങ്ങും പോയില്ല. ആ പള്ളിയിൽ തന്നെ ഞാൻ 50 രൂപ കളിപ്പിച്ച് സ്ഥിരം 100 രൂപ ഇടുന്ന ഞാൻ 50 രൂപ ഇടാൻ തുടങ്ങിയപ്പം ദൈവം എന്ന് തന്നെ ഞാൻ പറയട്ടെ, ആ പൈസ 200 രൂപ, 100-ന് 100 ഞാൻ കളിപ്പിച്ചത്, 200 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ആരാധനയ്ക്ക് ഇട്ടു. നിങ്ങളപ്പോൾ ചോദിക്കും, ഞാൻ എന്തേ ചിരിച്ചു എന്ന്? ഞാൻ ചിരിച്ചത് ഇതുകൊണ്ടാണ്, എനിക്ക് ദുഃഖം തോന്നിയില്ല. 250 രൂപയാണ് എൻ്റെ കാണാതെ പോയിരിക്കുന്നത്. 200 എൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. 50 എവിടെ? അതേതോ ഒരുത്തന് കിട്ടിക്കാണും. എന്നെപ്പോലെ അവനും മസാല ദോശയാണ് അടിക്കുന്നതെങ്കിൽ ബാക്കി നിങ്ങൾക്ക് പറയാം, അനുഭവിച്ചോളും. അതോർത്തപ്പോൾ എനിക്കൊരു ചിരി വന്നു. ഒന്ന് കേട്ടിട്ട് പോകും. 50 രൂപ നിങ്ങളാണോ എടുത്തതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒന്ന് കേട്ടിട്ട് പോ. ആ 50 രൂപ നിങ്ങളാണ് എടുത്തതെങ്കിൽ പൊന്നു മോനെ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തോ? ഇല്ലെങ്കിലോ ഒന്ന് കേട്ടിട്ട് പോ. 27-ാം ഭാഗം ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ചിറ പദവ സോമൻ, ഭോപ്പാൽപുര.